ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു വെറൈറ്റി ഡിസൈനാണ് ചെയ്യുന്നത്. ഈ ഹാങ്ങിങ് ഒക്കെ ഞാൻ ആരി വർക്കിൻ്റെ സ്റ്റിച്ചിലാണ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ ഞാൻ ലാസ്റ്റ് നിങ്ങളെ വീഡിയോയിൽ തന്നെ കാണിക്കാം. ആൻഡ് നമ്മൾ ഡിസൈൻ വരച്ചതിന് ശേഷം ഫാബ്രിക് പെയിൻറ്റ് എടുക്കണം. നിങ്ങൾ ഫാബ്രിക് പെയിൻറ്റ് എടുക്കും. എൻ്റെ കയ്യിൽ ഓൾറെഡി അക്യോർലിക്കും ഫാബ്രിക്കും ഉണ്ടായിരുന്നു. ഞാൻ പുതിയ പെയിൻറ്റ് വാങ്ങിക്കാതിരിക്കാൻ വേണ്ടി അക്യോർലിക്കും കൂടെ എടുത്തിട്ടാണ് ചെയ്യുന്നത്. ആൻഡ് ഇത് ഞാൻ പഠിച്ച സമയത്തെ ഉണ്ടായിരുന്നതാണ് എൻ്റെ കയ്യിൽ. സോ കട്ടിയായി പോയതുകൊണ്ട് ഞാൻ മീഡിയം കൂടെ യൂസ് ചെയ്തിട്ടാണ് ലൂസ് ചെയ്തത്. ആൻഡ് ഇതിൽ നമ്മൾ ഫസ്റ്റ് ഡിസൈനിൽ ഔട്ട്ലൈൻ കൊടുത്ത് തന്നെ തുടങ്ങാം. കാരണം നമുക്ക് ഫുൾ പെയിൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതൾ ചിലപ്പോൾ മനസ്സിലാവത്തില്ല സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി. സോ ഔട്ട്ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ അത് ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും എവിടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് പോവേണ്ടതെന്ന്. ആൻഡ് ഇതൊക്കെ നമുക്ക് ഓർഗാൻസയിലൊക്കെ ചെയ്താൽ നല്ല ഭംഗിയാണ് കേട്ടോ. ആൻഡ് ഇതിൽ ഞാൻ ഹാങ്ങിങ്ങിൻ്റെ ഡിസൈൻ കൊടുത്തത് ഞാൻ പിൻട്രസ്റ്റിൽ ആരി വർക്കേഴ്സ് ഒരു വെറൈറ്റി ഒരു സ്റ്റിച്ച് ചെയ്യുന്നത് കണ്ടു. ലൈക്ക് ഞാൻ സൂചി നൂലും ഇട്ടാണ് ചെയ്യുന്നത്, ബട്ട് ഇതിലൊരു അവർ ആരി വർക്കിൽ തന്നെ ആ സ്റ്റിച്ച് ഇടുന്നത് കണ്ടതുകൊണ്ട് എനിക്കൊന്ന് ചെയ്ത് നോക്കണം, നിങ്ങൾക്കൊന്ന് ശരിയായാൽ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമല്ലോ എന്നുള്ള ഇതാണ്. ആൻഡ് ശരിയായി, അത് ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് കാണിച്ചു തരാം. ആൻഡ് സോ ഇതിൽ ഞാൻ ഫ്ലവറിനും ലീഫിനും മാത്രമാണ് ഔട്ട്ലൈൻ കൊടുത്ത് ഫില്ല് ചെയ്യുന്നത്. ബാക്കിയെല്ലാം നമുക്ക് സ്റ്റിച്ചിൽ കവർ ചെയ്തോളാം. ആൻഡ് അതാണ് കുറച്ചും കൂടെ ഭംഗിയായിട്ട് എനിക്ക് തോന്നിയത്. സോ ഇത് ഔട്ട്ലൈൻ കൊടുത്തതിന് ശേഷം നമ്മൾ ഫുൾ അങ്ങ് ഫില്ല് ചെയ്യണം കേട്ടോ. ഔട്ട്ലൈൻ കൊടുത്തിട്ട് അതിന് ഉണങ്ങാനുള്ള ടൈമും കൊടുക്കണം കേട്ടോ. എങ്കിലേ നമുക്ക് ആ സ്റ്റിച്ച് ഇപ്പം തന്നെ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ഔട്ട്ലൈന് നമ്മൾ ഫില്ല് ചെയ്യുന്നതും തമ്മിൽ ഔട്ട്ലൈൻ നമുക്ക് എടുത്ത് കാണിക്കുന്നത്. പിന്നെ ഈ വീഡിയോയിൽ സൗണ്ടിൻ്റെ ഒരു ചെറിയ ഇഷ്യൂ കാണും. കാരണം ഇപ്പോൾ ഇവിടെ മഴയും പെയ്യുക, അതുമാത്രമല്ല ഞാൻ പെട്ടെന്നാണ് വീഡിയോ എഡിറ്റ് ചെയ്തിടുന്നത്. എൻ്റെ ഫോണിലാണെങ്കിൽ ഇപ്പം വന്ന വർക്കുകളുടെ വീഡിയോസൊന്നും എടുക്കാൻ സ്പേസ് ഇല്ല. സോ ഇത് ഞാനിനി പോസ്റ്റ് ചെയ്താലേ എനിക്ക് ബാക്കി ഡിലീറ്റ് ചെയ്ത് കയറ്റാൻ പറ്റുള്ളൂ. ആൻഡ് വീഡിയോസിൻ്റെ ഷോർട്സ് ആയിരുന്നാലും ഞാൻ കുറച്ച് ദിവസം എടുക്കും ഇടാൻ, വർക്കൊന്ന് കഴിഞ്ഞിട്ടിടാമെന്ന് വെച്ചു. ഇത് ഇത്ര അർജൻറ്റായിട്ടാണ് ഇടുന്നത്. ആൻഡ് പിന്നെ നമ്മുടെ ഈ ഫാബ്രിക് പെയിൻറ്റിൽ വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കട്ടിയായി പോയെന്ന്, അതിൽ ലൂസാക്കാൻ വേണ്ടി എടുത്ത മീഡിയമാണ് കേട്ടോ. ആൻഡ് ഈ മീഡിയം ആയിരുന്നാലും കുറേ വർഷമായി വാങ്ങിച്ചിട്ട്. സോ അതിൻ്റെ മീഡിയം അതിൻ്റെ അകത്തുണ്ടെങ്കിലും ആ ബോട്ടിലിൻ്റെ ക്യാപ്പ് വന്ന് അതിൽ സ്റ്റക്കായി. സോ എനിക്കാണെങ്കിൽ മീഡിയം എടുക്കാൻ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ ആ ക്യാപ്പിൻ്റെ മുകളിലൊരു ഹോൾ ഇട്ടിട്ടാണ് എടുത്തേക്കുന്നത്. സോ അങ്ങനത്തെ ചെറിയ ചെറിയ തട്ടുകൂട്ട് പണികളൊക്കെ ഉണ്ട് ഇവിടെ. എങ്കിലും സംഭവം സക്സസ്സായി. അങ്ങനെ നമ്മൾ ഈ ഡിസൈൻ ഫുൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് നല്ലപോലെ ഉണങ്ങാൻ ടൈം കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് ഒരുവിധം ഉണങ്ങിക്കഴിയുമ്പോഴേക്കും തന്നെ നമുക്ക് ആ സ്റ്റെം അങ്ങ് ചെയ്യാം. ഞാനിതിന് കട്ട് ബീഡാണ് എടുത്തിരിക്കുന്നത്. കട്ട് ബീഡാണ് കേട്ടോ കൊള്ളാവുന്നതും. അതും ഇപ്പം മാർക്കറ്റിൽ നമുക്ക് കട്ട് ബീഡ്സിൻ്റെ തന്നെ നല്ല ഗോൾഡ് ഷൈനിങ് ആയിട്ടുള്ളത് കിട്ടും. അത് തന്നെ വാങ്ങിക്കാൻ നോക്കണേ. പിന്നെ എനിക്ക് ഈ ഡിസൈൻ വന്നിട്ട് മാച്ചിങ് ആയിട്ട് തോന്നിയത് സാരീസിലും ഓർഗാൻസ ചുരിദാറിലെ ഓർഗാൻസ സാരിയിൽ നന്നായിട്ട് ചേരും, പക്ഷേ ഓർഗാൻസ ചുരിദാറിനൊരു പ്രത്യേക ഒരു ഭംഗി ഇത് തോന്നിക്കുമായിരുന്നു. ആൻഡ് അടുത്ത ഡിസൈൻ വന്നിട്ട് നമ്മൾ അതിൻ്റെ സെക്കൻഡ് ലീഫായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഇതെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ഷൈനിങ്ങും കൂടെ കിട്ടാൻ വേണ്ടി ഞാൻ ലീഫിൻ്റെ സ്റ്റോൺസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിനെ എന്നിട്ട് നമ്മൾ ചുറ്റിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഡിസൈൻ ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ആൻഡ് ഇത് മാത്രം മതി ആക്ച്വലി. പിന്നെ ഞാൻ ഹാങ്ങിങ് വന്നിട്ട് എനിക്കൊന്ന് ആ ടെക്നിക്ക് പഠിച്ചെടുക്കാനും നിങ്ങളെ കാണിക്കാനും കൂടെ ആയിട്ടാണ് ഞാൻ ആ ഹാങ്ങിങ് കൂടെ ഇട്ടത്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള വീഡിയോ ഇടണമെന്ന് എനിക്കുണ്ട്, പക്ഷേ ഞാനിപ്പം കുറച്ച് തിരക്കായതുകൊണ്ട് ഇതിട്ടതിന് ശേഷം കുറച്ച് ലേറ്റ് ആവും. അത് കഴിയും അടുത്തത് വരാൻ. ഷോർട്സ് ആയിരുന്നാലും ഞാൻ ഇടാം. ഇപ്പം വർക്ക് നടക്കുന്നതുകൊണ്ട് ആ തിരക്കായതുകൊണ്ടാണ് കേട്ടോ. ആൻഡ് ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇടണമെന്ന് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം, പക്ഷെ പറ്റിയില്ല. സോ നമ്മുടെ ഡിസൈനിൽ വന്നിട്ട് ലീഫിൽ നമ്മൾ ഔട്ട്ലൈൻ്റെ അവിടെ കൂടെ തന്നെ നമ്മൾ കട്ട് ബീഡ് ഇട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് സ്റ്റെമ്മിൻ്റെ അവിടെ ഇരുന്നാലും കട്ട് ബീഡ്സ് ഇട്ടാണ് ഞാൻ ചെയ്തത്. പിന്നെ ലാസ്റ്റ് മാത്രം ഞാൻ വലിയൊരു ബീഡും കൂടെ ആഡ് ചെയ്തു. സോ ആ ഒരു എഫക്റ്റ് ഒന്ന് കൂടാൻ വേണ്ടി അത് കുറച്ചും കൂടെ ഭംഗിയായിട്ട് തന്നെ അത് തോന്നിക്കും. പിന്നെ ഞാൻ ഫ്ലവറിൻ്റെ പെറ്റൽസാണ് ചെയ്തത്. പെറ്റൽസ് വന്നിട്ട് ഇവിടെ ഈ മുക്കാൽ ഭാഗം വന്ന് നിർത്തുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ ആ പെറ്റൽസിൻ്റെ ഭംഗി അത്ര ലോഡഡായിട്ട് തോന്നും. സോ ഇങ്ങനെ നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആ കണ്ടിന്യൂസേഷൻ കൊണ്ടുപോകാം. സോ ഞാൻ ഇത്രയും നിങ്ങൾക്ക് പറഞ്ഞു തന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവുകയോ മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അതിന് റിപ്ലൈ ഇട്ടേക്കാം.
ആൻഡ് ഇതിൻ്റെ ഫുൾ ഡിസൈൻ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. നല്ല ഭംഗിയായിരുന്നു കാണാൻ. എനിക്ക് എന്തിലെങ്കിലും എടുത്ത് ചെയ്യാൻ കൊതി തോന്നി, പക്ഷേ ടൈമില്ല. അടുത്ത നമുക്ക് ഹാങ്ങിങ് ആണ്. ഈ ഹാങ്ങിങ് നല്ല പാടായിരുന്നു. ഞാൻ ആക്ച്വലി വീഡിയോ കണ്ടപ്പോൾ അത് നല്ല എളുപ്പമായിട്ടാണ് അവർ ചെയ്തത്. ഞാൻ കുറച്ച് പാടുപെട്ടു. സോ ചിലപ്പം ബിഗിനേഴ്സായിട്ടുള്ള ആരി വർക്കേഴ്സിന് നിങ്ങൾക്കും അത് പാടായിരിക്കും. സ്റ്റിൽ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് എത്രത്തോളം നീളത്തിനാണോ ഹാങ്ങിങ് വേണ്ടത് അത്രത്തോളം നമ്മളതിനെ ആ നൂല് നമ്മൾ വലിച്ചിട്ട് നമ്മൾ ഹാങ്ങിങ്സിൻ്റെ ബീഡ് ഇട്ട്, പിന്നെ ഞാൻ കട്ട് ബീഡാണ് ഇട്ടേക്കുന്നത് ലാസ്റ്റ് എൻഡ് ഇടാൻ വേണ്ടി. സോ അത് മസ്റ്റായിട്ട് ഇടണം കേട്ടോ. അതിട്ടതിന് ശേഷം നമ്മളതിനെ പിടിച്ച് വയ്ക്കണം. കുറച്ചൊന്ന് പൊക്കിയിട്ട് ആ കട്ട് ബീഡ് മാത്രം പൊക്കിയിട്ട് പിടിച്ച് വെച്ചതിന് ശേഷം ഈ സ്റ്റിച്ച് ഞാൻ ഇടുന്നത് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കോണം. ഞാൻ പറയുന്നതിനെക്കാട്ടിയും അത് കാണുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് വേറൊന്നുമില്ല. നമ്മൾ തുണിയിൽ നമ്മൾ നോട്ടിടുമല്ലോ, എൻഡ് സ്റ്റിച്ച് ഇടുമല്ലോ, അത് തന്നെ അതിനെ നിർത്തിക്കൊണ്ട് നമ്മൾ ഇടണം. അതാണ് ഇതിൽ ചെയ്യുന്നത്. സോ കുറച്ച് പാടാണ് നമുക്കത് ചെയ്തെടുക്കാൻ. ബട്ട് സ്റ്റിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ എടുത്ത വീഡിയോസിൽ ഇതാണ് കുറച്ച് ഡീറ്റെയിൽഡായിട്ട് ആ സ്റ്റിച്ചൊക്കെ വന്നത്. അതാണ് ഇത് തന്നെ ഇട്ടത്. സോ ഈ എൻഡ് നോട്ട് നമ്മൾ ഇട്ടെങ്കിലും അത് ആക്ച്വലി താഴോട്ട് വലിച്ചതിനെ സെറ്റാക്കിയാലേ അതിരിക്കുകയുള്ളൂ. ചില സമയത്ത് ആ എൻഡ് നോട്ട് അഴിയും. അതിനെ നമ്മൾ വീണ്ടും ഒന്നേന്ന് ഇടേണ്ടി വരും. കുറച്ച് നല്ല മെനക്കെട്ട പണിയായിരുന്നു ഇത്. സോ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് പഠിച്ചിരിക്കാൻ വേണ്ടി പഠിച്ചോ. പക്ഷെ ഞാൻ സൂചി നൂലേ സജസ്റ്റ് ചെയ്യുള്ളൂ. കാരണം ഇത്രയും ഞാൻ ഈ ആരി വർക്കിൻ്റെ സ്റ്റിച്ചിലാണ് ചെയ്തതെങ്കിലും എനിക്ക് നല്ല ദേഷ്യവും വന്നു കേട്ടോ. ഞാൻ എന്തിനാണ് ഇതെടുത്തതെന്നുള്ളത്. എങ്കിലും നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. ആൻഡ് ഇതിൽ ഞാൻ ഇൻവിസിബിൾ പേനയിട്ടാണ് ഡിസൈനൊക്കെ വരച്ചിരുന്നത്. സോ അതുകൊണ്ടൊന്ന് അയൺ ചെയ്തെടുത്തപ്പോഴേക്കും അത് അങ്ങ് ഫിനിഷായി കിട്ടി. മുത്ത് ഞാൻ ആരി നോട്ടിലിട്ടെങ്കിലും ഒന്നും താഴെ വീഴുകയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ആൻഡ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബൈ.